നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിചാരണ ചെയ്യാൻ അനുമതി. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. കുറ്റപത്രം അടുത്ത ദിവസം സമർപ്പിക്കും. കരിമണൽ കമ്പനിയിൽ നിന്ന് 2,70,00,000 രൂപ കൈപ്പറ്റിയെന്ന പരാതിയിന്മേലാണ് നടപടി. ഈ ചർച്ചയിൽ ശ്രീ പ്രിന്റു മഹാദേവ്, BJP ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് എന്നിവർ മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ബോംബ് വീണതുപോലെയാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് കേസിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇത് ഒരുപാട് മാനങ്ങളുള്ള കേസാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ നേരിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി വിചാരണ നേരിടുന്നു എന്നുള്ളതിനപ്പുറത്ത് മുന നീണ്ടു ചെല്ലുന്നത് മുഖ്യമന്ത്രിയിലേക്ക് കൂടിയല്ലേ? ഒരിക്കലുമല്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുത പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയ്ക്ക് വാർത്തകൾ മാറ്റിയെടുക്കാനും വഖഫിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയൊരു നാടകം എന്നല്ലാണ് ഇതിനകത്തൊന്നും പറയാം. ഇപ്പൊ SFI എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി, അവര് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. ഇത് ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല. കാരണം വെച്ചാൽ കേരളത്തിലെ 2 കീഴ്ക്കോടതിയിൽ, ഒന്നും കീഴ്ക്കോടതി പറയാൻ പറ്റില്ല, ഒന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും. ആ മാധവി കുഴൽനാടന്റെ ഹർജിയുടെ ഫലമായിട്ട് ഹൈക്കോടതി ഇതിനെ എഴുത്തള്ളി ചവിട്ടോട്ട് തള്ളിയ ഒരു അല്ല ശ്രീ റെജി ലൂക്കോസ്, അതിൽ പ്രശ്നമുണ്ട്. 2 വിജിലൻസ് കോടതികളും പിന്നെ ഹൈക്കോടതിയും തള്ളിയത് എന്താണ്? PC ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കണം എന്ന ഹർജിയാണ് വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും തള്ളിയത്. ഈ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കപ്പെടേണ്ട വ്യക്തികൾ പബ്ലിക് സർവൻസ് ആണ്, വീണ വിജയനല്ല. വീണ വിജയനുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിച്ചത് SFIO ആണ്. ആ SFIOയുടെ ഫൈൻഡിംഗിൽ ഇപ്പോൾ അവർ കോർപ്പറേറ്റ് ഫ്രോഡ് നടത്തി എന്നുള്ളതാണ്. അത് രണ്ടും കൂട്ടിക്കെട്ടണ്ട. അല്ലല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അതൊക്കെ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ നോക്കൂ, ഇൻകം ടാക്സിന്റെ ഇന്ത്യയും സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തൊരു കേസ്. അവര് ചെയ്ത സേവനത്തിന് 2,70,00,000 രൂപ അവർ ത്രൂ ബാങ്കിലൂടെ മാത്രമാണ് അത് വാങ്ങിയിരിക്കുന്നത്, കൈപ്പറ്റിയിരിക്കുന്നത്. സേവനം ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഒരു തുക വാങ്ങി. ഇതൊരു രാഷ്ട്രീയ ശത്രുത എന്നല്ലാണ്ട് മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇപ്പൊ കേരളത്തില് സമീപകാലത്തൊന്നും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അല്ലെ പ്രതിപക്ഷത്തിന് പോലും എന്തെങ്കിലും ആരോപണം കിട്ടാത്തൊരു അവസരത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീണ് കിട്ടിയ ഒരു വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. അതിനെ നിയമപരമായിട്ട് നേടും, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. കാരണം അവരെന്തും തെറ്റായി ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിലുള്ള ഒരു വേട്ടയാടലില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല, ഒരു സംരംഭം തുടങ്ങാൻ പറ്റത്തില്ലേ? അത് അവരുടെ സ്വതന്ത്ര വ്യക്തിത്വമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ സംരംഭം തുടങ്ങിയത് കൊണ്ടോ മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് നടത്തുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അത് നിയമവിധേയമായിട്ടായിരിക്കണം. ആദ്യം ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിധിച്ചത് എന്താണ്? അത് ക്വാസി ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു ബോഡിയാണ്, അതൊരു വിധിയാണ്, സെറ്റിൽമെന്റ് ആണ്. ആ സെറ്റിൽമെന്റിൽ താങ്കൾ നന്നായി വായിച്ചിട്ടുണ്ടാവുമല്ലോ, വളരെ വ്യക്തമായി പറയുന്നു മതിയായ സേവനങ്ങൾ നൽകാതെയാണ് ഈ പണം ഈ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. CMRL എന്ന കമ്പനിക്ക് സേവനങ്ങൾ കൊടുക്കാതെ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന ഒന്നാമത്തെ ഫൈൻഡിങ്. രണ്ടാമത്തേത്, ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധമാണ് ഈ പേയ്മെന്റിന്റെ അടിസ്ഥാനം. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണ തൈക്കണ്ടിയിലിന് ഈ തുക മാസം 8 ലക്ഷം രൂപ വെച്ച്, 5ഉം 3ഉം വെച്ച് മാസം 8 ലക്ഷം രൂപ വെച്ച് 2019 വരെ വീണ തൈക്കണ്ടിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു. ആ കണ്ടെത്തൽ അവിടെ നിൽക്കുന്നു. അതിനുശേഷം അന്വേഷിച്ച ആദായ നികുതി വകുപ്പ് കണ്ടെത്തി ഈ കാര്യങ്ങൾ അന്വേഷിച്ച കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത് ഫ്രോഡുലന്റ് പേയ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് പേയ്മെന്റ്സ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർ വിചാരണ ചെയ്യപ്പെടുന്നത്. അതിനെ നമ്മൾ രാഷ്ട്രീയമായി കാണുന്നത് എന്തിനാണ്? അല്ല, അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. KMRL എന്ന് പറയുന്ന സ്ഥാപനം ഇതുവരെ അവർ സേവനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവര് ചെയ്ത സേവനത്തിനാണ് തങ്ങൾ ഫണ്ട് കൊടുക്കുന്നതാണ്. അവര് പ്രോസിക്യൂഷന്റെ അടുത്ത് അവരുടെ വ്യഖ്യാതമായ നിലപാട് അല്ലെ അവർ നിഷേധിക്കണം. ഞങ്ങൾ വെറുതെ ഒരു പ്രമുഖ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെ സ്വാധീനിക്കാനും കൊടുത്തുന്നുള്ളത് അവർ വെളിപ്പെടുത്താത്തോളം കാലം തന്നെയുമല്ല അവരങ്ങനെ ഒരു സേവനം തടുത്തിട്ടില്ലെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇവിടെ എന്തെല്ലാം അന്വേഷണങ്ങൾ നടന്നു. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ കേരള സർക്കാരിനെതിരെ എന്തെല്ലാം അന്വേഷണം നടന്നു. സ്വർണ്ണക്കടത്ത് വലിഞ്ഞോണ്ട് നോക്കി എത്രയെല്ലാം കഥകൾ, ആരെല്ലാം വിചാരണ ചെയ്തു ED. അതുപോലെ തന്നെ NIA ഇവിടെ വന്നു, CBI ഇവിടെ വന്നു. അങ്ങനെ സകല അന്വേഷണ ഏജൻസികൾ കേരള സർക്കാരിനെ ദുർബലപ്പെടുത്താനായിട്ട് ഇവിടെ വന്ന ചരിത്രങ്ങൾ അഭിലാഷം എനിക്കൊരു നമ്മളൊക്കെ ഒരുപാട് ചർച്ചകളാണ് പങ്കെടുത്തിട്ടുള്ള. ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പൊ പ്രശ്നം സെറ്റിൽ ചെയ്തൊരു കേസിനെ സംബന്ധിച്ചോളം തന്നെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പണം കൈപ്പറ്റിയവർ ഇവിടെ ഉണ്ട്. അത് വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളവർ. ഞാൻ പേരോട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ആ കടലാസിലൂടെ തന്നെ പുറത്തു വന്ന PK ആരാണെന്നും CN ആരാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ വീണ വിജയൻ താൻ സേവനം ചെയ്ത
പിന്നെ പ്രതിഫലത്തിന് അല്ല ചെയ്തതിന് ഫലമായിട്ട് അവർ പ്രതിഫലം വാങ്ങി. അത് ആർക്കും പൗരാവകാശമാണ്. അങ്ങനെ ചെയ്ത സേവനത്തിന് പ്രതിഫലം വാങ്ങിയാൽ ആരും കേസിൽ പ്രതിയാവില്ലല്ലോ. ഇതിപ്പോ ആദ്യമായിട്ട് കണ്ടെത്തുന്ന കാര്യമല്ല. ഇപ്പൊ SFIO ആണ് നേരത്തെ പറഞ്ഞ ഫൈൻഡിങ്സ് നടത്തിയത്. SFIOക്ക് മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിലാണല്ലോ. അപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൃത്യമായി ഈ കമ്പനിയെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ പേയ്മെന്റ്സ് ഫ്രോഡലന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സേവനങ്ങളൊന്നും നൽകാതെ ഒരു കമ്പനി പണം കൊടുത്തിരിക്കുകയാണ്. എന്തിന് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. എന്ന് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ CMRL കമ്പനി ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ കമ്പനിയുടെ CFO ചീഫ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത് ഒരു സേവനവും നൽകിയിട്ടല്ല പണം കൊടുത്തിട്ടുള്ളത് എന്നാണ്. തെറ്റാണ്. അത് എവിടെ നിന്നോ കിട്ടിയ വാർത്തയാണ്. ഇവിടെ നിന്നോ കിട്ടിയ വാർത്തയല്ല. അങ്ങ് ഈ രേഖകൾ അതിപ്പോ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖയായാലും പിന്നീട് വന്ന കോടതി രേഖകളായാലും പരിശോധിച്ചാൽ മതി. അതിനുശേഷം കേസിന്റെ ഹിയറിംഗിൽ ആ കമ്പനിയുടെ അധികൃതർ അത് മാറ്റി പറഞ്ഞു. കമ്പനിയുടെ ഉടമ ശശിധരൻ കർത്ത ഒക്കെ മാറ്റി പറഞ്ഞു. ശരി തന്നെ. പക്ഷേ ആദായ നികുതി വകുപ്പിനോട് CFO ചീഫ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത് ഒരു സേവനവും കൊടുക്കാതെയാണ് പണം കൊടുത്തിട്ടുള്ളത്, പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതെന്നാണ്. അല്ല, പിന്നെ ഞാനിപ്പോ അഭിലാഷം സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേവനം ചെയ്യാതെ പണം തന്നോ ഇല്ലയോ എന്നുള്ളവർ തീരുമാനിക്കുന്ന അവസാനത്തെ പബ്ലിക് ഉണ്ടാവില്ല. ഞാനാ പറയേണ്ടത്, അല്ലെ എന്റെ മാനേരോ മറ്റാരെങ്കിലും അല്ല പറയേണ്ടത്. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ട്. കർത്തായുടെ വാക്കുകൾ 3 തവണ നമ്മുടെ മുമ്പിൽ മുഴങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും അഫിഡവിറ്റ് കൊടുത്തു. അവർ പറയുന്നു, അവർ നിഷേധിക്കുന്നില്ല. കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൊടുത്താൽ അവിടെ നമുക്കിതല്ലാതെ നമ്മളെല്ലാം എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള. ഇവിടെ ഇപ്പൊ എന്താ വിഷയം? ഇവിടുത്തെ വിഷയം ഒറ്റ കാര്യമുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇവര് വേട്ടയാടുന്നത്. ഇവിടെ ഇതെങ്ങനെ ഫ്രോഡിലന്റ് ആകുന്നത്? അതിനൊരു തെളിവ് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ സേവനം ചെയ്തതിന് പ്രതിഫലം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഉള്ള അവകാശമല്ലേ? ഇവിടുത്തെ മന്ത്രിമാർ MLA-മാരൊക്കെ എന്ത് സേവനം ചെയ്തിട്ട് ശമ്പളം വാങ്ങിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് സൗജന്യമായിട്ട് സേവനം ചെയ്യാൻ പറയട്ടെ. ഇവിടെ ഇപ്പൊ ഏതൊരു തൊഴിലെടുക്കുന്നവരുടെ അവകാശമല്ലേ പൈസ വാങ്ങിക്കാന്നുള്ളത്. ഇപ്പൊ എന്താ പ്രശ്നം എന്നാണ്? ഈ 1 വർഷമേ ഉള്ളൂ. ഇനിയിപ്പം ഏതാനും മാസങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 1 വർഷം 1 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട്. അപ്പോൾ പതിവ് പോലെ അവർ അവരുടെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ചില ഗിമ്മിങ്സ് കാണിക്കുന്നു. ഇതിനെ നിയമപരമായിട്ട് നേടും, നിയമപരമായി നേരിടും എന്നുള്ള പോയിന്റ്. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ പ്രിന്റു മഹാദേവ് ഒരു പക്ഷേ രാഷ്ട്രീയമായി നേരിടുമായിരിക്കും. ഇവിടെ ധനമന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ 161 പേജുകളിലായി ഉണ്ട്. അതിൽ വീണ തൈക്കണ്ടിയിൽ എന്ന എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ സംരംഭക ഫ്രോഡലന്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫ്രോഡലന്റ് പേയ്മെന്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അത് തീർച്ചയായിട്ടും വിചാരണക്കൊടുവിൽ പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? ഒരിക്കലുമില്ല സാർ. ഇന്ന് സത്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ആനന്ദരാവാണ്. കാരണം 2 കാര്യങ്ങളാണ് ഈ ദിനത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, വഖഫ് എന്ന് പറയുന്ന കിരാത നിയമം അറബിക്കടലിലേക്ക് മാറുന്നു. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരി ജയിലറയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഈ 2 സാഹചര്യമുണ്ട്. അങ്ങ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് റെജി ലൂക്കോസ് പറയുന്നതിൻ്റെ ഔചിത്യം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അങ്ങ് മനസ്സിലാക്കണം, ഈ കേസിൻ്റെ നാൾ വഴികൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, അദ്ദേഹം നടത്തിയിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ നടത്തിയ തട്ടിപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും, ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ഏജൻസികളുടെയും അവസാനഘട്ട അന്വേഷണം എന്ന രീതിയിലാണ് SFIOന്റെ അന്വേഷണം ഉണ്ടായത്. SFIOന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകത്ത് വീണ വിജയൻ കുറ്റക്കാരിയാണ്. നമ്മൾ ഒരു ആഴ്ചയ്ക്ക് മുമ്പാണ് അങ്ങും ഞാനും ഒക്കെ ഒരു വിജിലൻസുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടായിരുന്നത്. അന്ന് അങ്ങും ഞാനും പറഞ്ഞിരുന്ന സംഖ്യ, വീണ വിജയൻ മാസപ്പടി മേടിച്ച സംഖ്യ എന്ന് പറയുന്നത് 1,78,000 ആണെങ്കിൽ ഇപ്പോൾ നോക്കൂ 2,70,2.72 കോടി രൂപയാണ് വീണ വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വിവിധ രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അവരെ ആരെങ്കിലും EDയും SFIയും അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണ വിജയന് 2.70 കോടി രൂപ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ജീവിത പങ്കാളി കൂടിയാണ് വീണ വിജയൻ. നമ്മുടെ ചരിത്രത്തിൽ നമ്മളൊരു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമാകണമെന്ന്. വളരെ കോർപ്പറേറ്റ് ഫ്രോഡാണ് ആരോപണ വിധേയമായിരിക്കുന്നത്. ഇപ്പോൾ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വന്നതിനെ തുടർന്ന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാവുകയും തുടർന്ന് കേരള ഹൈക്കോടതിയിൽ ഹർജികൾ പോവുകയും കോടതിയുടെ ഇടപെടൽ വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് SFIOയുടെ അന്വേഷണം വരുന്നത്. നോക്കൂ, ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി പിന്നീട് ഡോർമെന്റ് ആണെന്ന് കാണിച്ച് പൂട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരിടത്തും എവിടെയും ഈ
രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോ കമ്പനി കാര്യ മന്ത്രാലയത്തിനോ ഇവിടെ ഫ്രോഡ് നടന്നതായി അറിവുണ്ടായിരുന്നില്ലേ? എന്ന് മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ കണ്ടെത്തലുകൾ, ഈ റിക്കവറി എന്ന് പറയുന്നത് 2019 ഇതിപ്പോ 2025 എന്ന് ഓർക്കണം. അപ്പോൾ കോടതിയിൽ ഈ വിഷയം ഒരു ഹർജിയായി വരികയും രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണോ എന്നാൽ SFIO അന്വേഷിക്കട്ടെ, ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാമെന്ന് കമ്പനി കാര്യ മന്ത്രാലയത്തിന് തോന്നുന്നത്? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അതിനകത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിനോ ഇന്റർം സെറ്റിൽമെന്റ് ജഡ്ജ്മെന്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ടാണ് അവർ ED അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ VD-യുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ അടക്കം ED അന്വേഷിക്കുന്നുണ്ട്. ED നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ്, ഇന്ത്യ കണ്ടിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതിയാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഈ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് ഏകോപിപ്പിച്ച് അന്വേഷണം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഏജൻസി അത് SFIO ആണ്. അങ്ങനെയാണ് SFIOക്ക് അന്വേഷണത്തിന് ചുമതല കൊടുക്കുന്നത്. ഇന്ത്യയുടെ 2014 ശേഷം SFIO അന്വേഷിക്കുന്ന 7ാമത്തെ കേസ് മാത്രമാണ് ഈ പറയുന്ന വീണ തൈക്കണ്ടിലെ കേസ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വീണ തൈക്കണ്ട് 2.70 കോടി കേസ് മാത്രമല്ലല്ലോ, 180 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതി പണം ഏതൊക്കെ മേഖലയിൽ ചെലവഴിച്ചപ്പെട്ടിട്ടുണ്ട്? നേരത്തെ സൂചിപ്പിച്ച പോലെ EKയും KKയും ഒക്കെ ഇതിനകത്ത് പ്രതികളായിട്ട് വരേണ്ട സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞില്ല, റിജി ലൂക്കോസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് 182 കോടി രൂപ 2013 മുതൽ 2019 വരെ ഇവർ വ്യാജമായ നിലയിൽ അല്ലെങ്കിൽ ഫ്രോഡുണ്ടായ നിലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായവരിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ട്. അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഇപ്പോൾ വീണ തൈക്കണ്ടിയിൽ ഒരു കമ്പനി നടത്തി ആ കമ്പനിയുടെ സേവനത്തിനുള്ള പ്രതിഫലം എന്നുള്ള നിലയിലാണെന്ന് വാദിക്കുകയും ചെയ്യാം. പക്ഷേ മറ്റേ 182 കോടിയുടെ കേസിൽ അങ്ങനെ പോലും വാദിക്കാൻ പറ്റില്ല. അതിൽ രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെതിരെ ഒന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ചാർജ് ഷീറ്റ് അനുസരിച്ചും അവർക്കെതിരെ ഒന്നും കേസില്ല. ശശിധരൻ കർത്ത, P സുരേഷ് കുമാർ, K സുരേഷ് കുമാർ, ശരൺ കർത്ത തുടങ്ങി മുരളീധരൻ AK അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ്. ഈ പറഞ്ഞ PVയും EKയും AKയും ഒക്കെ എവിടെ പോയി? അല്ല, ഇതിനകത്ത് സാർ നമുക്കൊരു കമ്പനി മുതലാളിയെയും അതിൻ്റെ ഫിനാൻസ് മാനേജറെയും ഇതിനകത്ത് വീണ തൈക്കണ്ടിയിൽ അടക്കമുള്ള ആളുകളെ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള തീരുമാനമായല്ലോ. അതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വീണ തൈക്കണ്ടിയിൽ അടക്കം ഇത് സേവനം വാങ്ങാതെയാണ് പണം മേടിച്ചെന്ന് ഔദ്യോഗികമായിട്ട് അന്വേഷണ ഏജൻസികൾ മുമ്പിൽ ബോധിപ്പിച്ചത് ഈ പറയുന്ന ഈ കമ്പനിയുടെ ഉടമസ്ഥനും അതിൻ്റെ ഫിനാൻസ് മാനേജർ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അന്തിമ വിധി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അറിയാം ഇതിനകത്ത് ഇനി ആരൊക്കെയാണ്, ഏതൊക്കെ വൻമരങ്ങളാണ് ഈ കോക്കസിനകത്തുള്ളത്, ഏതൊക്കെ വൻമരങ്ങളാണ് പണം സമ്പാദിച്ചിട്ടുള്ളത്, ആ പണം ഏതൊക്കെ മേഖലയിലേക്കാണ് പോയിട്ടുള്ളത്, കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അതിന്റെ നടപടികളുമായിട്ടാണ് SFIO മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇതൊരു ചെറിയ വിഷയമായി കാണാനേ കഴിയില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം വന്നു, തുടർന്ന് അന്വേഷണം നടത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ നിലയിൽ നടക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റ് വന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസിലേ അല്ല. ഈ കമ്പനി CMRL കമ്പനി ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ കൊടുത്ത പരാതിയിന്മേൽ വന്നിട്ടുള്ള സെറ്റിൽമെന്റാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ കാര്യമേ അല്ല. ആ സെറ്റിൽമെന്റിലാണ് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ വന്നത്. കേരള മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത സേവനത്തിന് പണം പറ്റി എന്നുള്ളത്. തുടർന്നാണ് ഈ അന്വേഷണം. ഇത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണമായും വീണ വിജയനെ ഒരു വ്യക്തിയായും കണ്ട് CPM ഇതിനകത്തുനിന്ന് മാറി നിൽക്കണ്ടേ? ഈ കാര്യത്തിൽ വിചാരണ നടന്ന് എന്താണ് അതിന്റെ നെല്ലും പതിരുമെന്ന് തിരയട്ടെ എന്നുള്ള നിലപാടെടുക്കണ്ടേ? അതല്ലാതെ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ പോകണോ? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്നുള്ള സ്പഷ്ടമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ SFIO സമീപിച്ചത് പരാതിയുമായിട്ട്? ആരാ സമീപിച്ചത്? സമീപകാലത്ത് BJP ഒപ്പം ചേർന്ന ഷോൺ ജോർജ് ആണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് SFIOയിലേക്ക് പരാതിയുമായി സമീപിച്ചത്. SFIOക്ക് മുമ്പ് ഇവിടെ ED അന്വേഷിച്ചു. അതുപോലെ ഇൻകം ടാക്സിന്റെ ഇന്റർം സെറ്റിൽമെന്റ് അതോറിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കൊടുത്ത് അതിന്റെ ഫൈൻ അടിപ്പിച്ചു. ഫൈനല്ല, അതിന്റെ ടാക്സ് അടപ്പിച്ചു. കൂടാണ്ട് തന്നെ നിരവധി അന്വേഷണ ഏജൻസികൾ 3 കോടതിയിൽ, അതൊന്നും ഹൈക്കോടതി ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പിന്നെ കൈക്കൂലിയുടെ പേരിൽ അല്ലെങ്കിൽ പിന്നെ സ്വാധീനത്തിന്റെ പേരിലാണ് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമല്ലാന്ന് പറഞ്ഞൊരു വിധിയാണ് നിങ്ങൾ പറഞ്ഞെന്ന് പറയും. പക്ഷെ ഇവിടെ ഈ അന്വേഷണ ഏജൻസിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം, SFIO കണ്ടുപിടിച്ചത് രാഷ്ട്രീയ പ്രേരിതം തന്നെ. ഇതിന്റെ ടൈമിംഗ് നോക്കണം അഭിലാഷ്, ടൈമിംഗ് നോക്കണം. തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കേണ്ട ബോഡി SFIO ആണ്. കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കേണ്ട ബോഡി SFIO ആണ്. അതാണ് SFIO അന്വേഷിച്ചത്. അതിലാണ് SFIO ചാർജ് മറ്റേ പരിശോധനയും അന്വേഷണവും ഒന്നും ഈ കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടല്ല. അത് പൊതുപ്രവർത്തകർ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പണത്തിന്
ഗുണപരമായ നിലയിൽ അല്ലെങ്കിൽ ഈ വാങ്ങിയ പണത്തിന് ക്വിഡ് പ്രോക്കോ എന്നുള്ള നിലയിൽ പിണറായി വിജയൻ CMRL എന്തെങ്കിലും അവിഹിതമായി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന പരിശോധനയാണ്, അതിന്മേലുള്ള ഹർജികളിലുള്ള പരിശോധനയാണ് നടത്തിയത്. ഇപ്പോ ശ്രീ മാത്യു കുഴൽനാടൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു, ഈ SFIOയുടെ നടപടിക്രമം അനുസരിച്ച് നോക്കൂ, നമ്മൾ ഇതുവരെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ അനുസരിച്ച് 1,72,00,000 ആയിരുന്നുവെങ്കിൽ ഇതിപ്പോ 2,70,00,000 രൂപ ഫ്രോഡുലന്റ് പേയ്മെന്റ് ആയി വീണ തൈക്കണ്ടിലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചാർജ്. ഇത് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ കാര്യങ്ങൾ മറന്നുപോയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കാം. ഈ വിഷയം ആദ്യം കൊണ്ടുവന്ന് ഈ 1.72 crores ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഈ പണം ഒരു കാലയളവിലെ പണം മാത്രമാണെന്നും ഇതല്ല, ഇതിൽ കൂടുതൽ പണം വാങ്ങിയിട്ടുണ്ടെന്നും ഇതിന് കൂടുതൽ കോടികൾ വീണ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപടി ഇപ്പൊ 2.7 crores വാങ്ങി എന്നുള്ളത് ഔദ്യോഗികമായി കോടതിയിലായി കുറ്റപത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിന് പ്രത്യേകിച്ച് ഒരു സേവനവും നൽകിയിട്ടില്ല. ഈ 2.7 കോടിക്ക് ടാലിയും പവർ ബിൽഡറും മറ്റേ ഇതും ഗൂഗിളിന്റെ സാധാരണ ആപ്പും കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു സേവനവും കൊടുക്കാതെ 2.7 കോടി രൂപ ഈ കമ്പനിയിൽ നിന്നും വീണ വിജയന് കിട്ടി എന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഇപ്പോ അതൊരു ജൂറിഡിക്കൽ ഫാക്ട് ഞാൻ പറയാൻ കാരണം അതൊരു നിയമ നടപടിയുടെ അല്ലെങ്കിൽ നിയമ പ്രോസസ്സിന്റെ ഭാഗമായി നിലവിൽ കുറ്റപത്രത്തിൽ വന്നിരിക്കും. ഇനി നമ്മൾ ചോദിച്ചോണ്ട് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഈ രാജ്യത്ത് അനേകം വീണമാരുണ്ട്, അനേകം ആളുകൾ, പക്ഷെ അവർക്ക് ആർക്കും കൊടുക്കാതെ CMRL ഒരു സേവനവും നൽകാതെ എന്തുകൊണ്ടായിരിക്കും വീണ വിജയന് പണം കൊടുത്തത്? ദേ ആർ നോവേ റിലേറ്റഡ്. അവരുടെ സ്വന്തം ബന്ധോ അല്ലെങ്കിൽ അവരുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധക്കാരോ ഒന്നും അല്ലല്ലോ. അവർ മറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക ഇതിൽ നിന്നപ്പോൾ നടത്തിയ സാമ്പത്തിക സഹായമല്ല. അത് only the one and only explanation, the possible explanation, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ സെർച്ചിന്റെ ഭാഗമായി ക്രോഡീകരിച്ച റിപ്പോർട്ടിൽ ഒരു പ്രോമിനന്റ് പേഴ്സന്റെ മകളായതുകൊണ്ടാണ് ഈ പണം നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ആരുടെ മകളാണ്? പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം കിട്ടിയ പൈസയാണ്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ദാറ്റ് ഇസ് പെയ്ഡ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് പിണറായി വിജയൻ. എന്തിനാണ് സംശയം? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ലീഗൽ ഇൻസ്ട്രുമെന്റിനും അതിൻ്റെതായ ആംബിറ്റും അതിൻ്റെ ലിമിറ്റേഷൻസും ഉണ്ട്. ഇപ്പൊ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ടാക്സ് ഇവേഷനുമായി ബന്ധപ്പെട്ടതും ബോഗസ് ആയിട്ട് റേസ് ചെയ്ത ക്ലെയിംസും ബോഗസ് ആയിട്ട് റേസ് ചെയ്ത എക്സ്പെൻഡിച്ചറും ഒക്കെ കണ്ടെത്തി അത് ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അവർക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുള്ളൂ. SFIO സംബന്ധിച്ച് ഒരു കമ്പനി ലോസിന്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ട്, കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് കമ്പനി ലോ വയലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് സിഫോണിങ്ങും അതിന് പണം വഴിമാറ്റി കമ്പനി നിയമപ്രകാരമല്ലാതെ അതിൽ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും അക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കമ്പനി ലോ വയലേറ്റ് ചെയ്തതിന് കമ്പനി ഡയറക്ടേഴ്സിനെയും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ കുറ്റപത്രം എടുക്കാൻ 447 പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമാണ് കമ്പനീസ് ആക്ട് പ്രകാരം SFIOക്ക് ഉള്ളത്. ആക്ച്വലി ഇതിന്റെ റിയൽ കേസ് എന്താണ്? റിയൽ കേസ് കറപ്ഷൻ ഇൻവോൾവ് ആണ്. പക്ഷേ മാത്യു, അത് എവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിയാണ്, 2016 ഡിസംബറിലും 2017 മാർച്ചിലുമുള്ള 2 കരാറുകൾ വഴി പ്രതിമാസം 5ഉം 3ഉമായി 8 ലക്ഷം വെച്ച് വീണ തൈക്കണ്ടിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് മതിയായ സേവനം കൊടുത്തല്ല, അതൊരു ഫ്രോഡാണ്, ഫ്രോഡുലന്റ് പേയ്മെന്റ് ആണ് എന്ന് ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ക്വിഡ് പ്രോക്കോ, ഇതിന് പ്രതിഫലമായി CMRL കമ്പനിക്ക് മുഖ്യമന്ത്രിയോ സർക്കാരോ എന്തെങ്കിലും ചെയ്തു കൊടുത്തതായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം അഴിമതി, ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ബാധകമാകുന്ന ഒരു വിഷയം അതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. അല്ല, അത് ഞാൻ ഓക്കെ, ഞാൻ എന്റെ ആർഗ്യുമെന്റ് പിൻവലിച്ചാൽ യു ഗീവ് മീ വൺ സിംഗിൾ എക്സ്പ്ലനേഷൻ, ഈ പണം എന്തിനു കൊടുത്തായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോ ജനത്തിന് ബോധ്യപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ പേയ്മെന്റ്, സ്വാഭാവികമായും സ്വാധീനിക്കാനെന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അല്ല, വിചാരിക്കേണ്ടി വരും എന്നല്ല അഭിലാഷ്, അല്ലാത്ത ഏതെങ്കിലും ഒരു ആസ്പെക്ട്, ഒരു റീസൺ, ക്യാൻ യു ഗിവ് വൺ റീസൺ? ഇങ്ങനെ ആയിരിക്കാമല്ലോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന പോലെ സംഭവിക്കാലോ. ഗീവ് ഓൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ടു ദം. എല്ലാ ആനുകൂല്യവും നിങ്ങൾ നൽകിയിട്ട് ഒരു പ്രൂഡന്റ് പേഴ്സൺ എന്ന നിലയ്ക്ക് സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്ന ഈ പേയ്മെന്റ് എന്തിനു കൊടുത്തായിരിക്കും പറയാൻ കഴിയും?
എന്റെ ചോദ്യം ഇതിൽ ഇനി അഴിമതി എന്നുള്ള കാര്യം എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ല, ഞാൻ സാധ്യത പറയുന്നത് എന്നുള്ളതാണ്. അഭിലാഷ്, യു ആർ നോട്ട് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അല്ല, അതിപ്പോ സ്വാഭാവികമായി ഇപ്പോ ഈ പേയ്മെന്റ് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ ഇവർ ഈ തരത്തിലുള്ള സേവനം കൊടുത്തിട്ടില്ല എന്ന CFOയുടെ മൊഴിയുണ്ട് ആദായ നികുതി വകുപ്പിന്റെ കൈവശം. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ കമ്പനിക്ക് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനം കൊടുക്കാനുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള സംവിധാനം ഈ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഇല്ല താനും. അപ്പൊ സ്വാഭാവികമായി അവർ സേവനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ നിഗമനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിഗമനത്തിലേ എത്താൻ പറ്റൂ. വേറെ ഇവർ ഈ കമ്പനി കോമ്പിറ്റന്റ് ആയിരുന്നുവെങ്കിൽ ശരിയാണ്, സേവനം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇവിടെ അങ്ങനെ വിചാരിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോ ഈ 8 ലക്ഷം രൂപ വെച്ച് പ്രതിമാസം എന്നുള്ളത് വെറുതെ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയാ, നമ്മൾ ഒരാളെ സ്വാധീനിക്കാൻ കൊടുക്കുന്ന പണമാണെന്ന് വിചാരിക്കേണ്ടി വരും. എന്റെ ചോദ്യം അതെങ്ങനെയാണ്, അതൊരു ക്രിപ്രോക്കോ ആയിട്ടുള്ള കാര്യമാണെന്ന് എങ്ങനെയാണ് താങ്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത്, ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിങ്ങിൽ തന്നെ അവരോട്, ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവർക്ക് പണം ഇത്രയധികം 100 കോടി രൂപ കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടിയിൽ അതുണ്ട്. അവർ പറഞ്ഞെന്താണ്, ഞങ്ങൾ നടത്തുന്നത് ഒരു റെഡ് കാറ്റഗറി വരുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തു തന്നെങ്കിലും ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവർക്ക് പണം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ നടത്തുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി നടത്തുമ്പോൾ അവർക്ക് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേക്ക് വരുന്ന എവിടെയാണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കഴിഞ്ഞ കാലങ്ങളായി 2016 മുതൽ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഇത് രണ്ട് CM. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂട്ടി വായിക്കാൻ പറ്റില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഞാനൊരു ഡിറ്റക്റ്റീവ് അല്ല, ഞാൻ ക്രൈംബ്രാഞ്ച് അല്ല, ഞാൻ പോലീസ് അല്ല. ഇത് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഇത് കൂടാതെ CMRL ചെയ്തു കൊടുത്ത മൂന്ന് ആനുകൂല്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും ഒന്നുപോലെ 2004 മുതൽ ടെർമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മൈനിങ് ലീസ് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് 2016 CM മുഖ്യമന്ത്രിയായതിനു ശേഷം. 100,000 കോടി രൂപ വില വരുന്ന ലീസാണ് 4 ലീസ്, മേജർ മൈൻസ് ഉള്ള സ്ഥലത്തെ ലീസ് എന്ന് പറഞ്ഞാൽ. അത് 4 ക്യാൻസൽ ചെയ്യാതെ ഡിലേ ചെയ്തത് പിണറായി വിജയനാണ്. 2024 ഞാൻ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ക്യാൻസൽ ചെയ്തത്. നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിന് ഇപ്പോഴും CMRLന്റെ ഈ കർത്തയുടെ പേരിൽ 100ഓളം ഏക്കർ സ്ഥലം ഈ തോട്ടപ്പള്ളി പ്രദേശത്തുണ്ട്. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചാണ് എന്നതുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കർത്തയ്ക്കെതിരെ നോട്ടീസ് അയച്ചു ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി. അപ്പോഴാണ് അദ്ദേഹം എക്സംഷന് വേണ്ടി അപേക്ഷിക്കുന്നത്. എക്സംഷന് വേണ്ടിയുള്ള 2 അപേക്ഷ തള്ളി. 3ാമത്തെ അപേക്ഷ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൈകൊടുത്തു. മുഖ്യമന്ത്രി അതിൽ പരിഗണിക്കാൻ പറഞ്ഞ് എഴുതി താഴത്തേക്ക് കൊടുത്തു. നിയമവിരുദ്ധമായി എല്ലാ നോംസും ലംഘിച്ച് അദ്ദേഹത്തിന് എക്സംഷൻ നൽകി. അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹം 100 ഏക്കർ സ്ഥലം ഹോൾഡ് ചെയ്യുന്ന ആരുടെ ഔദാര്യത്തിലാണ്? ഈ ഗവൺമെന്റ് നൽകിയ നിയമവിരുദ്ധമായ എക്സംഷന്റെ പേരിലാണ്. നമ്പർ 2. ഇനി നമ്പർ 3, ഈ ഞങ്ങളുടെ കമ്പനി നടത്താൻ, ഞങ്ങൾക്ക് ലാഭകരമായി നടത്താൻ, ഞങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തു കിട്ടാനില്ല, ഇലിമിനേറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് CMRL തന്നെ കൊടുത്ത നിവേദനം. തീർച്ചയായിട്ടും ഒരു സെക്കൻഡ്, ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഷോൺ, ഇപ്പൊ താങ്കളാണ് ഇക്കാര്യത്തിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ആദ്യം ആവശ്യപ്പെട്ട ആൾ. ഇവിടെ ഇപ്പോൾ SFIOയുടെ അന്വേഷണം വരുമ്പോൾ അവരുടെ കുറ്റപത്രത്തിൽ വീണ തൈക്കണ്ടിയിൽ 2,70,00,000 രൂപ ഫ്രോഡ്ലന്റ് മീൻസിൽ കൈപ്പറ്റിയ ആളാണ്. എന്തായാലും കേസ് വിചാരണ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇത് KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഈ കേസിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഈ കേസിൻ്റെ സാമൂഹിക പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ളൊരു കേസിനെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ എന്ന് മാത്രമല്ല, ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു 13.4% ഷെയറുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു കേസിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ളത്.
ആ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് എ പ്രൊമിനൻറ്റ് പേഴ്സൺ എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ എക്സാലോജി കമ്പനി, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇതിലും കൂടുതൽ എന്തു തെളിവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്? അടിയന്തരമായി പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും CPMൻ്റെ ദേശീയ നേതൃത്വം തയ്യാറാകണം. അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഷോൺ, ഇവിടെ ഇപ്പോൾ ഒരു കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കമ്പനി പിന്നീട് അത് ഡോർമെന്റായി പൂട്ടി. ആ കമ്പനി നടത്തിയിട്ടുള്ള പേയ്മെന്റ്സ് പൂർണ്ണമായും ശരിയായിട്ടുള്ളതല്ല എന്ന നിലയിൽ ഫ്രോഡ്ലന്റ് പേയ്മെന്റിന്റെ പേരിൽ കമ്പനി നിയമപ്രകാരമുള്ള ഒരു വിചാരണ നേരിടുകയാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ നേരിടുന്നത് പോലെയുള്ള അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസല്ല. അപ്പോൾ ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് താങ്കളുടെ നിരീക്ഷണത്തിൽ, താങ്കളുടെ ധാരണയിൽ? ഈ കേസിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കംപ്ലയിൻറ്റ്, അതായത് സ്പെഷ്യൽ കോർട്ടിൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് സാധാരണ നമ്മൾ FIR മനസ്സിലാക്കാൻ എളുപ്പത്തിന് FIR എന്ന് വേണേൽ പറയാം. SFIയെ സംബന്ധിച്ച കംപ്ലയിൻ്റാണ് ഫയൽ ചെയ്യാനുള്ള. ആ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 447 അനുസരിച്ചുള്ള നടപടികളിലേക്ക് കിടക്കാം. സ്വാഭാവികമായും ഈ കേസിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI ഉൾപ്പെടെ, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ഇത് ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാടിനെ കൊള്ളയടിച്ച ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ നിരവധി നേതാക്കന്മാർക്കെതിരെയും അഴിമതി നിരോധന നിയമപ്രകാരവുമൊക്കെ കേസ് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഫ്രോഡുലന്റ് എക്സ്പെൻസസ് ഓഫ് 182 crore rupees, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വീണ വിജയന്റെ കാര്യത്തിൽ അത് 2,70,00,000 182 കോടി രൂപ ഏതാണ്ട് 7-8 കൊല്ലം കൊണ്ട് ഫ്രോഡുലന്റ് മീൻസിൽ ഈ കമ്പനി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അവരിലേക്ക് കാര്യങ്ങൾ എത്തിയാലേ ഇതിൽ ഗുണപരമായ ഒരു മാറ്റം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയൂ. അല്ല, 182 ഒന്നുമല്ല, 10,000 കോടിയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപ മുതൽ 1,00,000 കോടി രൂപ വരെയുള്ള മൂല്യമുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ ഇലുമിനേറ്റിൻ്റെ മൂല്യം, അവിടെ നിന്ന് വാരിക്കൊണ്ടുപോയ ഇലുമിനേറ്റിൻ്റെ മൂല്യം കണക്കിലാക്കിയാൽ 50,000 മുതൽ 1,00,000 കോടി രൂപ വരെ വില ഉള്ളതാണ്. അതിൻ്റെ എത്ര ശതമാനം ആരൊക്കെ കൈപ്പറ്റി, ഇവിടെ നിന്നും വിദേശങ്ങളിലേക്ക്, ഇവിടെ ഇടയ്ക്ക് മുട്ടിന് വിദേശയാത്ര നടത്തുന്ന എന്തിനാണെന്നൊക്കെ കൃത്യമായി തെളിയും. കാരണം ഇവിടെ നിന്നും കോടാനുകോടി രൂപ വിദേശങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട്, വിദേശങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. കൂടുതൽ ഏജൻസികൾ സ്വാഭാവികമായും ഈ കംപ്ലൈന്റ് വരുമ്പോൾ അതിന് കോമൻ്റായ ഏജൻസികൾ വരണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് സ്പെഷ്യൽ കോർട്ടിൽ വന്നതിന് ശേഷം സ്വാഭാവികമായും കൂടുതൽ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അല്ല, ഇക്കാര്യത്തിൽ അതായത് ഇപ്പോൾ ആദായ നികുതി വകുപ്പ്, അതുപോലെ തന്നെ ഒരു പെറ്റീഷണർ എന്ന നിലയിൽ എന്റെ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഒരു പെറ്റീഷണർ എന്നുള്ള നിലയിൽ ഇപ്പോൾ 447 അനുസരിച്ചുള്ള ചാർജ് വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിന്റെ ഭാഗമാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഭാഗമാകും ഞാൻ വിശ്വസിക്കുന്നു. 447 ചാർജ് വീണയ്ക്കും മറ്റ് കമ്പനികളുടെ ഭാരവാഹികൾക്കൊക്കെ എതിരെയാണ്. അത് കമ്പനി നിയമം അനുസരിച്ചുള്ള ഈ കമ്പനിയുടെ എക്സാലോജി കമ്പനിയുടെ ഉടമസ്ഥ എന്നുള്ള നിലയിൽ വീണ നേരിടുന്ന കേസാണ്. ഇതിനപ്പുറത്തുള്ള മാനങ്ങളാണ് താങ്കൾ ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിന് പറ്റുന്ന ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ വേണമല്ലോ. അപ്പൊ കേസ് ആ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണോ? CBIയും EDയും അല്ല, തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഘട്ടത്തിലേക്ക് ഇത് പോവും. കൂടുതൽ അന്വേഷണ ഏജൻസി CBIയും ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണത്തിൻ്റെ ആകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ടതല്ലോ. അന്വേഷണ ഏജൻസിയും സർക്കാരും എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്കൾ പരാതിക്കാരനാണ്. പരാതിക്കാരൻ മാത്രമല്ല, BJPയുടെ ഒരു നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുമോ? അല്ല, ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ AK സെൻറ്റർ തീരുമാനം എടുക്കുന്നതല്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നല്ല അന്വേഷണ ഏജൻസികളുടെ തീരുമാനം എടുക്കുന്നത്. അത് അന്വേഷണ ഏജൻസികൾ അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മാത്രമല്ല, ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ പാർട്ടി പ്രവർത്തകരല്ല അന്വേഷണ ഏജൻസികളുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അത് തീരുമാനം എടുക്കാൻ ഉചിതമായ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഏജൻസികൾ കേരളത്തിലേക്ക് വരും തീർച്ചയായും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അതാണ് പരാതിക്കാരനായ ഷോൺ ജോർജിന് പറയാനുള്ളത്. എന്തായാലും ഈ കേസ് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. തുടർന്ന് ഈ കേസ് എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഇതിപ്പോൾ മറ്റ് ഏജൻസികളുടെയും കൂടി പരിശോധനയ്ക്ക് വിധേയമാകും. കാരണം
2,70,00,000 രൂപ അവിഹിതമായി കൈപ്പറ്റി എന്നുള്ളത് കമ്പനികാര്യ മന്ത്രാലയം കൈപ്പറ്റിയാൽ പിന്നെ ആ പണത്തിന്റെ ഉപയോഗം തുടങ്ങിയ സാധ്യതകളിലേക്ക് പോകേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ കമ്പനി 182 കോടി രൂപ ബ്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കമ്പനികാര്യ മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടി, എങ്ങനെയൊക്കെ, എങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയ കാര്യങ്ങൾ വേറെ ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കേരള രാഷ്ട്രീയം ഒന്നുകൂടി അങ്ങ് കുഴഞ്ഞു മറിയാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിലൂടെ LDF സർക്കാരിനാണ് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ ഈ KMRL ഖനനാനുമതി കൊടുത്തത്? കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കൂ AK ആന്റണി കൈപ്പിൽ വാങ്ങിച്ചത്, കോടികൾ വാങ്ങിച്ചതുകൊണ്ട് സ്വാധീനിക്കാനാണെന്നുണ്ടെങ്കിൽ? നിങ്ങൾ പറയൂ. 2016 ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഇറങ്ങിയപ്പോൾ ഇവരുമായിട്ടുള്ള ഇവർക്ക് ഇതുവരെ ആ അനുമതി പുതുക്കി നൽകിയിട്ടില്ല. അത് അഭിലാഷ് മറന്നു പോലും. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ പുതുക്കി നൽകിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ 2019 കേന്ദ്ര സർക്കാർ പൊതുമേഖലയിൽ മതി ഖനനം എന്നൊരു തീരുമാനം എടുത്തതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് പുതുക്കി നൽകാൻ കഴിയുമായിരുന്നില്ല. 2017 വ്യവസായ നയത്തിൽ ചില വിട്ടുവീഴ്ചകൾ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ 2019 ആ നയം, കേന്ദ്ര സർക്കാരിന്റെ നയം വന്നില്ലായിരുന്നെങ്കിൽ പുതുക്കി കൊടുക്കപ്പെടുമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അതെങ്ങനെ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാ? നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ. AK ആന്റണി ഈ സർക്കാർ കൈക്കൂലി കോടികൾ വാങ്ങിയിട്ടാണോ ഈ KMRL ആദ്യമായിട്ട് പിന്നെ അനുമതി കൊടുത്തത്? അന്നത്തെ വ്യവസായ മന്ത്രിയുടെയൊക്കെ പേര് ചുരുക്കപ്പേരായിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ CMRL ഫയൽസിൽ. ആയിരിക്കാം, അല്ലാതെ ഞാൻ എങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫേവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മകളെ ഇപ്പോൾ ഈ കേസിന്റെ പേരിൽ സ്വതന്ത്ര വ്യക്തിത്വമായ എല്ലാ പൗരാവകാശമുള്ള ഒരു വനിതാ സംരംഭകയെ കഴിഞ്ഞ കുറെ നാളുകളുടെ അനാവശ്യമായിട്ട് അവരെ വ്യക്തിഗത നടത്തുകയും സ്വഭാവത്തിൽ നടത്തുന്ന ചർച്ചകളെല്ലാം പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പിൻ പോയിന്റ് ചെയ്ത് മുഖ്യമന്ത്രിയിലേക്ക്, ഇടതുപക്ഷ സർക്കാരിലേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. AK ആന്റണി കാശ് വാങ്ങിച്ചിട്ടാണോ? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ആന്റണി സാറിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ആന്റണിയുടെ മകന്റെ പേരില് ഒരാരോപണമില്ല സാർ. AK ആന്റണിയുടെ മകന്റെ പേര് ഏതെങ്കിലും ആരോപണമുണ്ടോ? വീണ വിജയന്റെ പേരിൽ ആരോപണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ കാലത്തെ വ്യവസായ മന്ത്രിമാരുടെ പേരുകൾ ആരോപണങ്ങളെ കുറിച്ച് AK ആന്റണിയുടെ കാലത്തെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെയും ഒക്കെ മകനെ കുറിച്ചുള്ള കോടികളുടെ അല്ല, ശ്രീ റെജി ലൂക്കോസ്, ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിലാണല്ലോ. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വ്യവസായ മന്ത്രിമാരുടെ പേര് ഒത്തിട്ട് ചുരുക്കപ്പേരായിട്ട് ഈ CMRL ഫയൽസിൽ ഉണ്ടല്ലോ. അല്ല അഭിലാഷ്, ഞാനൊരാളല്ലേ സംസാരിക്കാൻ. താങ്കൾ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞ. അല്ല, അത് മനസ്സിലായി. പ്രിന്റു മഹാദേവ് ഞാൻ സംസാരിക്കും ഏറ്റുപിടിക്കും. എന്തുകൊണ്ടാണ്? 3 നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ. അവർ എത്ര വരെ വെള്ളം കോശിയിട്ടുണ്ട്? 40 കോടി രൂപയുടെ കൊടകര കള്ളപ്പണ കേസ് ED ഏറ്റെടുത്ത് അതിനെ വെള്ളം പൂശി കൊടുത്തില്ലേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ അതിനകത്ത് BJP കാശ് വാങ്ങിച്ചില്ല എന്നുള്ളത്? എത്രയോ പേരെ ശതകോടീശ്വരന്മാരെ അവർ വെളുപ്പിച്ചു. ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഇവരെല്ലാവരും 50,000 കോടി രൂപയുടെ മേൽ കൈപ്പിന് വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ BJP എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട്? നിങ്ങൾ പറയൂ. നിങ്ങൾ ഇവിടെ സംസാരിക്കുക, ആ വിഷയം നമ്മൾ സംസാരിച്ചതാണ്. ശരി, നിങ്ങൾ ഇനി വേണമെങ്കിൽ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് ഗുജറാത്തോ ഇനി ബാബരി മസ്ജിദ് അതും കൂടി കൂട്ടിച്ചേർന്നു. അത് പ്രിന്റും അല്ലോ തീരുമാനിക്കേണ്ട. ഞാൻ എന്താ സംസാരിക്കുന്നുള്ളൂ? ഞാനിവിടെ അത്യാവശ്യം ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ സംസാരിക്കണം. അതുകൊണ്ടാണ് ചർച്ച വിളിച്ചത്. പ്രിന്റും ഒരു മറുപടിയില്ല ഇക്കാര്യത്തിൽ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഒറ്റ കാര്യം. ഇതിന്റെ ടൈമിങ് ഇപ്പൊ ഇവിടെ ഷോൺ ജോർജും പിന്നെ അതുപോലെ തന്നെ പ്രിന്റു മഹാദേവും പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതിയാണ് ഡിസംബർ 24-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ SFIയോട് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നാടകമാണ് പറയല്ലേ? വിവരക്കേട് പറയല്ലേ റെജി ലൂക്കോസേ? നിങ്ങളൊരു കോമൺ സെൻസ് സംസാരിക്കും. അതിന് ഈ രാജ്യത്തെ പ്രതിപക്ഷം നിങ്ങൾക്ക് മറുപടി 14 മാസം കൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവസാന 3 മാസത്തിനകം ഡൽഹി കോടതി ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞത് SFIയോട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇന്ന് കോടതിയിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ SFIയുടെ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ഈ കർത്തയടക്കം വീണ്ടും അന്വേഷണ കമ്മീഷൻ ഡൽഹി കോടതി സമീപിച്ചു. രണ്ടുപേരോടും സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അത് ത്രൂ ബാങ്ക് നിങ്ങളെ പോലെ കുഴൽപ്പണം കൊണ്ടുകൊണ്ട് പോയാറല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ നേരിടെ നിങ്ങൾ പറഞ്ഞു ഷോൺ ജോർജ് പറഞ്ഞു ഇനി അന്വേഷണം അത് വരും.
ആരാണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷമേ ഉള്ളൂ. ശരി, ശരി. നിങ്ങൾ വരുത്തിയില്ലേ കോടാനുകോടികൾ കുംഭകോണം നടത്തി സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്? നിങ്ങളുടെ കസ്റ്റംസ് ഉത്തരവാദിയായത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മേൽ നിങ്ങൾ ചാർത്തിയില്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം കോടതി 3 പ്രാവശ്യം താക്കീത് കൊടുത്തു. ശരി, ഓക്കെ. ചെറിയ കുറ്റപത്രത്തിൽ പോലും ശരി, അങ്ങനെ ഏജൻസികൾ വരുന്നു എന്നുള്ളതാണ് എന്തായാലും റെജി ലൂക്കോസിനെ പരാതി. ഓക്കെ, ശരി, ആ വാദം എടുത്തു. വേറൊടുക്കാൻ വേണ്ടിട്ട് ശരി, ശരി, നാടകങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചടിയാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ശരി, എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ള ശ്രമം നിങ്ങളെ ജനം സംശയിക്കത്തേ ഉള്ളൂ. ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ BJP AKND മന്ത്രിസഭയ്ക്കെതിരെ ഒരു അക്ഷരം പോലും ഉണ്ടാത്തത്? അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ശരി, ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോരോ വാദങ്ങളായിട്ട് എടുക്കാം. ശ്രീ റെജി ലൂക്കോസ്, ഓരോരോ വാദങ്ങളായിട്ട് എടുക്കാം. ഇതിലൊക്കെ മറുപടി പറയൂ. ഇത് നമ്മൾ വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പൊതുവെ സംസാരിക്കാം. ശരി, മറ്റു വാദങ്ങളിലേക്ക് ഞാൻ വരാം. ശ്രീ ഞങ്ങൾക്ക് ഒരു വാദം ഉന്നയിക്കാൻ മേലെ? അല്ല, ഉന്നയിച്ചോളൂ, ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതല്ലേ അനുമതി കൊടുത്തത് കോൺഗ്രസ് സർക്കാരാ. ഞങ്ങളുടെ സർക്കാർ ഇതുവരെ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല. ശരി, 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 ഞാൻ അതിലേക്ക് വരാം. ശരി, ആവട്ടെ. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോ നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വർഷം കേന്ദ്ര ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ, കസ്റ്റംസിന്റെ, NIA-യുടെ, CBI-യുടെ വരവ് കണ്ടിട്ടുണ്ട്. അത് നമുക്കറിയാം. സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ഫ്ളാറ്റ് തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പ്രചണ്ഡമായ പ്രചരണവും വലിയ കാടിളക്കിയുള്ള അന്വേഷണവും 1 കൊല്ലത്തോളം നടന്നു. സമാനമായ വിധത്തിൽ ഇതിപ്പോ SFIO ഒരു കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിചാരണയാണ്. പക്ഷേ മറ്റ് ഏജൻസികളും വരും എന്ന് BJP നേതാക്കൾ പറയുന്നു. അപ്പൊ നമ്മൾ 2021 മുമ്പ് കണ്ട അതേ സാഹചര്യം 2026 മുമ്പ് കാണുകയാണോ? നോക്കൂ അഭിലാഷ്, ഏജൻസികൾ വരുമോ വരില്ല എന്നുള്ളതൊന്നും നമുക്കൊരു ചർച്ചയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ആ കേസിൽ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഏജൻസികളെ. കേരള മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ക്ഷണിച്ചു വരുത്തിയതും പിന്നീട് സ്വയമേവ വന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഈ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഒരാഴ്ച മുമ്പ് കേരള ഹൈക്കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി ഒരു കാര്യം വളരെ പ്രസക്തമായി പറഞ്ഞിരുന്നു. ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം അല്ല. ഇത് അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തുടങ്ങി ആർക്കൊക്കെ പറയാമോ അവരെല്ലാം പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം, മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം, അതുപോലെ തന്നെ UDF ഇക്കാര്യത്തിൽ മാപ്പ് പറയണം. കൂട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ എന്താ, ഞങ്ങൾ തുടർ ഭരണത്തിലേക്ക് പോവുകയാണ്, അതിന് വഴിയിട്ടിരിക്കുകയാണ് ഈ കോടതി വിധി. അന്ന് UDF-ഉം അതുപോലെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും നിരീക്ഷകരും ഒക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, SFIയുടെ റിപ്പോർട്ട് വരട്ടെ, ഒരു ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധി അടിസ്ഥാനത്തിൽ അത് നീണ്ടുപോവുകയാണ്, ആ റിപ്പോർട്ടിവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇന്ന് APCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളത് ഒരാഴ്ച മുമ്പ് ഇവർ പറഞ്ഞതൊക്കെ വൃഥാവിലായില്ലേ ഒന്നത്. ഇതിന്റെ കാരണം എന്താണ്? 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്നാണ് CPM ആദ്യം പറഞ്ഞിരുന്നത്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് പിന്നീട് പാർട്ടി ഏറ്റെടുത്തല്ലേ ഈ പാർട്ടി പുലിവാലി പിടിച്ചത്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ വളരെ ഭംഗിയായി നടക്കുമ്പോൾ ഏക മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും സീനിയർ നേതാവ്, തുടർഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രതിനിധികളെ, ഇവരൊക്കെ പങ്കെടുക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ അവസ്ഥ എന്താ നാളെ? ഇതിൽ 3-4 കാര്യങ്ങൾ വളരെ പ്രസക്തമല്ലേ. ഒന്നാമത്തെ കാര്യം, ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ കണ്ടെത്തലാണ്. ഇതൊരു ആരോപണമല്ല, ഇത് ആരും ഉന്നയിച്ച ആരോപണമല്ല. 1,72,00,000 രൂപ എങ്ങനെ വന്നു എന്ന്, വീണയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം, സേവനം ചെയ്യാത്തവർ എങ്ങനെ പണം വന്നു എന്നുള്ളൊരു വസ്തുതയാണത്. പിന്നെ കുറെ 182 കോടി രൂപയുടെ അഴിമതിയുണ്ട്. അതിൽ കുറെ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ നേതാക്കളുടെ പേരുണ്ട്. ഒക്കെ ശരി, അവർ പറഞ്ഞ് ഞങ്ങളൊക്കെ തന്നെയാണ് ഇന്ന ആൾക്കാരെ, ഞങ്ങളൊക്കെ പണം വാങ്ങിയതിന് റെസിറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പോഴവരുടെ ചോദ്യം ബാക്കി വന്നു, ആരാണ് PV? അതിന് ഉത്തരവിന്നേവരെ പറഞ്ഞിട്ടില്ല. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ SFIO അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിലെ വീണ ഒരു ഹർജി കൊടുത്തിരുന്നു. അത് അന്ന് സ്റ്റേ ചെയ്തു. പിന്നെ അത് ആദ്യ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തു. എന്താണ് ആ നിലപാട്? മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ശരിയാണോ? കാരണം അങ്ങനെയാണെങ്കിൽ SFIയുടെ റിപ്പോർട്ട് ഇന്ന് വന്നപ്പോൾ, ആ റിപ്പോർട്ട് വന്നതിന്റെ ആ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നല്ലോ. ആ റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ ഏതാണ്
രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കെ ഈ റിപ്പോർട്ട് കൂടെ വന്ന സ്ഥിതിക്ക് ഇതിൽ പ്രതിപക്ഷം എന്ത് കഴിച്ചു? AK ആന്റണിക്ക് എന്തിനാ വലിച്ചിഴക്കുന്നത്? കരിമണൽ ഖനനത്തിന് ഉമ്മൻചാണ്ടിയോ AK ആന്റണിയുടെയോ VS അച്യുതാനന്ദന്റെ കാലത്തൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ ഒരു വസ്തുത കണ്ടെത്തിയിട്ടില്ലല്ലോ ആരും. ചെയ്യാത്ത സേവനത്തിന് എങ്ങനെ കൈപ്പറ്റി എന്നുള്ളൊരു വസ്തുത കണ്ടെത്തിയില്ലല്ലോ. ആ വസ്തുതയെക്കുറിച്ചല്ലേ അന്വേഷണം. ആ വസ്തുതയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ലേ സാധാരണ പറയുക. ഇവിടെ പാർട്ടി എന്തുകൊണ്ടാണ് പെട്ടുപോയത്? പാർട്ടി കേസ് അങ്ങ് ഏറ്റെടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വന്ന കേസിന്റെ പാർട്ടി ഏറ്റെടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ കേസ് പാർട്ടി ഏറ്റെടുത്തത്? അപ്പൊ നാളെ പാർട്ടി ഉത്തരം പറയണം. ഇവിടെ ഞാനിതിൽ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പാർട്ടിക്കേറ്റ ക്ഷതമാണ്. കാരണം പാർട്ടിയാണ് ഈ കേസ് ഏറ്റെടുത്തത്. അങ്ങനെ പാർട്ടി കേസ് ഏറ്റെടുക്കുമ്പോൾ ഈ CPM നേതാക്കളൊന്ന് ആലോചിക്കണമായിരുന്നു അഭിലാഷേ. അതായത് ഞാൻ ഒറ്റ പറഞ്ഞു നിർത്താം. ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് വന്നത്. ആ നിരീക്ഷണം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്നും കുഴൽനാടൻ MLA സ്ഥാനം ഒഴിയണമെന്നും പറഞ്ഞ പാർട്ടിയുടെ നേതാക്കളും മന്ത്രിമാരും അവര് നാളെ ഈ കാര്യത്തിൽ പറയുന്ന സമീപനം എന്താണ്? ഇത് ആരോപണമല്ലല്ലോ അഭിലാഷേ. ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ കണ്ടെത്തലല്ലേ. ആ കണ്ടെത്തലിന് അതിന് നിയമപരമായ നടപടിക്ക് വിധേയമാവുക എന്നുള്ളതല്ലാതെ ഇതിലിപ്പോ ആർക്കെതിരല്ല. ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ആരും തേജോധം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ മകളാകുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കിട്ടും. അതുകൊണ്ടാണ് നിയമസഭ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്പീക്കറോട് എന്താ പറഞ്ഞത്? അങ്ങിത് കാണുന്നില്ലേ, എന്തും വിളിച്ചു പറയാവുന്ന ഇടമാണോ നിയമസഭ എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ എന്തിനായിരുന്നു? അതൊക്കെ ചോദ്യങ്ങളുള്ളൂ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാർട്ടിയാണ് തയ്യാറേണ്ടത്. മധുരയിലെ MV ഗോവിന്ദ മാഷ മറുപടിയാണ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി എന്തായാലും മറുപടി പറയില്ലല്ലോ. ശരി, എന്തായാലും CPM മറുപടി പറയുമോ? വേണമെങ്കിൽ ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ, ഒരു കമ്പനി ഉടമസ്ഥയായ സ്വകാര്യ വ്യക്തി അവർ വാങ്ങിച്ച പണത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട വിഷയമാണെന്നൊക്കെ വിശദീകരിക്കുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തുള്ള മാനങ്ങൾ ഇതിലുണ്ട്. ഇവിടെ ശ്രീ പ്രിൻഡു മഹാദേവ്, ഇനി കാണാൻ പോകുന്നത് കേന്ദ്ര ഏജൻസികളും CPM-ഉം തമ്മിലുള്ള യുദ്ധമായിരിക്കും. നമ്മളത് മുമ്പ് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം എന്തായാലും ഉയരും. അപ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, ഒരു സ്വകാര്യ സംരംഭകയാണ്. ആ സ്വകാര്യ സംരംഭകയ്ക്കെതിരെ വരുന്ന വിചാരണയാണെങ്കിൽ കൂടിയും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. അല്ല സാർ, ഇത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനോ കേന്ദ്ര ഏജൻസി തമ്മിലുള്ള യുദ്ധമല്ല, അഴിമതിക്കാരും കേന്ദ്ര ഏജൻസിയും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട, അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് 180 കോടിയുമായി ബന്ധപ്പെട്ട അനവധി ആളുകളുണ്ട്. ആരുടെയും പേര് വന്നില്ലല്ലോ, അങ്ങൊരു ആശങ്ക അറിയിച്ചു. അങ്ങ് മനസ്സിലാക്കണം, ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദങ്ങളിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനകൾക്കടക്കം ഈ പറയുന്ന കർത്ത പണം നൽകിയിട്ടുണ്ട്. അനവധി മാധ്യമ പ്രവർത്തകർക്ക് പണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ FSFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EDക്കും CBIയുടെയും അന്വേഷണത്തിന് കേരളത്തിൽ കളം ഒരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഴിമതിക്കാരായിട്ടുള്ള EK ആയിക്കോട്ടെ, KK ആയിക്കോട്ടെ, ഇനി ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസി. കാരണം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 11 വർഷമായി അഴിമതിയുടെ 1 രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. എല്ലാ കാലഘട്ടത്തിലും മുഖ്യമന്ത്രി നടത്തുന്ന KMRനെതിരെ, ഈ പറയുന്ന കർത്തയ്ക്കെതിരെ ഇതിന്റെ അന്തിമ അധികാരമുള്ള നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കാത്ത? ഒരൊറ്റ ചോദ്യം. അങ്ങ് വായിച്ചില്ല, കർത്തയടക്കം പ്രതിയാണ് സാർ. അങ്ങ് എന്താണ് ഈ പറയുന്നത്? SFI അന്വേഷണത്തിൽ കർത്തയും അദ്ദേഹത്തിന്റെ ഫിനാൻസ് മാനേജർ അടക്കം പ്രതിയാണ്. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇന്ത്യയുടെ തീരപ്രദേശത്ത് ഒരു കേന്ദ്ര സർക്കാർ അധികാരം താങ്കളാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് റെജിലിക്കോസ്, നിങ്ങളുടെ ഇവിടെ രാജ്യത്തിന്റെ നിയമത്തിനനുസൃതമായിക്കൊണ്ട് ഇവിടെ ഒരു കരിമണൽ അല്ല അങ്ങനെയാണ് അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെടും. എന്നെ പറയാൻ അനുവദിക്കൂ. അങ്ങ് ഇതിനകത്ത് അഭിലാഷ് സാറായിക്കോട്ടെ, ഇത് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലായിക്കോട്ടെ, ജാർഖണ്ഡിലായിക്കോട്ടെ, ഛത്തീസ്ഗഡിലും അനവധി സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങ് അഭിലാഷ് സാർ ചോദിച്ചല്ലോ, ഇവിടെ നിരവധി തവണ ഈ ഇലക്ഷൻ സ്റ്റണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വിവിധ അന്വേഷണ ഏജൻസികൾ വന്നിട്ടുള്ളത്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അങ്ങ് നോക്കണം. ഈ കരുവന്നൂർ കേസിനകത്ത് ഇവിടെ അന്വേഷണ ഏജൻസികൾ വന്നു. കേരളത്തിൽ 130 കോടി രൂപയുടെ അഴിമത പണം കണ്ടുകെട്ടിക്കൊണ്ട് അതിലെ അർഹതപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറി. പിന്നെ അങ്ങ് പറഞ്ഞു സ്വർണ്ണക്കടത്തിനകത്ത് എന്ത് സംഭവിച്ചെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ജയിലിനകത്തേക്ക് പോയി. ഇപ്പൊ അങ്ങ് ചോദിക്കുന്നു, ഈ പറയുന്ന വീണ വിജയന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അന്വേഷണ ഏജൻസി ചെയ്തത്? ഞങ്ങൾ പറയുന്നു വീണ വിജയൻ ജയിലിലേക്ക് പോകും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം വീണ വിജയൻ ഇതിനകത്ത് കൃത്യമായിട്ട് പ്രതിയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ. അർദ്ധ ജുഡീഷ്യറി ബോർഡ് പറയുന്നു, അതിന് ഇഡി അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു. നിയമമുണ്ട്. ശരി, അല്ല ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനും ഒക്കെ ഇത് തന്നെയാണ് സാർ പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഒക്കെ ഇത് തന്നെ പറഞ്ഞത്. ഇത് പഴയ മൻമോഹൻ സിംഗിന്റെ സർക്കാരല്ല. മൻമോഹൻ സിംഗ് എന്തുകൊണ്ടാണ് ഇപ്പൊ ആ കേസിനെ കുറിച്ച് മിണ്ടാത്തത്? അഴിമതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ അറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ശരി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കല്ലേ. അന്വേഷണത്തെ SFIയുടെ അന്വേഷണത്തെ ഈ ഘട്ടം വരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. ശരി ഓക്കെ. ശ്രീ റെജി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ച 2 ഉദാഹരണങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു, മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും കിടന്നു, ഡൽഹി ഭരിച്ച ആളുകളാണ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ജയിലിൽ കിടന്നു. നോക്കൂ, ഇപ്പോ വീണ വിജയൻ അല്ലേ അവർ നേരിടുന്ന കേസ് കോർപ്പറേറ്റ് ഫ്രോഡ് അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ എന്തിന് പ്രതിമാസം 8 ലക്ഷം രൂപ വെച്ച് വീണ വിജയന് കൊടുത്തുകൊണ്ടിരുന്നു എന്ന ചോദ്യം വരുമ്പോ അപ്പുറത്ത് നിന്ന് എന്ത് കിട്ടി? അതായത് ഈ പണത്തിന് 8 ലക്ഷം രൂപ ഓരോ മാസവും കൊടുക്കുമ്പോൾ പ്രതിഫലമായി എന്ത് CMR നിന്നും കിട്ടിയെന്ന ചോദ്യം വരുമല്ലോ. അവിടെ ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പ്രിന്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വരും അന്വേഷണം. അത് മറന്നുപോകരുത്. അല്ല, മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഇപ്പൊ ആദ്യമായിട്ടുള്ള അന്വേഷണം വന്നു. മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ 2016 2015 ഫെബ്രുവരി മാസത്തിൽ. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി വേറെ ഇവിടെ പിന്നെ ഹേമന്ത് സോറനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയത്? വീണ്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രിന്റിനോടൊരു ചോദ്യം. നിങ്ങളുടെ ബംഗാളിലെ ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ജാർഖണ്ഡിൽ നിന്ന് കൽക്കരി കുംഭകോണം നടത്തിയ 5000 കോടി രൂപയുടെ കേസ് എന്തായി? പറയൂ, മറുപടി പറയൂ. ഇവിടെ കേരളത്തിലെ ചാനലുകാർ വരെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 5000 കോടി രൂപയുടെ ആ കേസ് എന്തായി? നിങ്ങൾ പറയൂ. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ല വാദിക്കാൻ? ശതകോടീശ്വരന്മാരെ നിങ്ങൾ വെളുപ്പിച്ചപ്പോൾ 40 കോടി രൂപയുടെ കൊടകര കുംഭകോണം നിങ്ങളുടെ ED വന്ന് വെളുപ്പിച്ചപ്പോൾ ഈ കരുവന്നൂർ കേസിനെ നിങ്ങളോട് പറഞ്ഞു. കരുവന്നൂർ കേസിനെ കുറിച്ച് കഴിഞ്ഞ 42 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഹൈക്കോടതി താങ്കൾ ഇത് കേട്ടില്ലേ? കേരളത്തിൽ വായിക്കാൻ പറ്റില്ലേ? ആഭ്യന്തരമന്ത്രി പിണറായി SFI ഞങ്ങളുടെ പോലീസുകാരല്ലോ, നിങ്ങളുടെ കീഴിലുള്ളതല്ലേ? അല്ല, ഞാൻ പറയട്ടെ, പ്രിന്റ് പോകാതെ ഒറ്റ ചോദ്യം. നിങ്ങളുടെ ഏജൻസികളുടെ മുകളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? കേരള പോലീസിനെ ഇവിടെ കൊടകര കുംഭകോണ കേസ് നിങ്ങളുടെ ED വന്ന് വെളുപ്പിച്ചു കൊടുത്തില്ല. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാരാക്കുവാണോ? നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ കേരളത്തിലൊരു ജനതയുണ്ട്. നിങ്ങളിങ്ങനെ വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾ ബഹളം വെക്കുക. ഒരിക്കൽ റിപ്പബ്ലിക് ചാനൽ ഞാൻ പങ്കെടുത്ത ഇട്ടു പോകുന്നു, സംസാരിപ്പിക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് വസ്തുതകൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചൂണ്ടി പറയുമ്പോൾ നിങ്ങൾ ബഹളം വെക്കുക. അങ്ങനെ നിങ്ങൾ ബഹളം വെക്കുന്നതുകൊണ്ടാണോ നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടിലൂടെ പൂട്ടിപ്പോയത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കും. നിങ്ങൾ കോടതിയിലേക്ക് വരൂ. ഇവിടെ നിയമമുണ്ടല്ലോ, പ്രിന്റ് മഹാദേവ്, ഇവിടെ നിയമമുണ്ടല്ലോ, ഇവിടെ കോടതികളുണ്ട്. ഇതേ കോടതികളില്ലേ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന സകല ആരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് എഴുതി ചവിട്ടുകൊട്ടേട്ടെ ഞങ്ങൾ കോടതി കാണും. നിങ്ങൾ അതുകൊണ്ടൊന്നും CPM സർക്കാർ വരട്ടാൻ നോക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. കേരളത്തിൽ നിങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല, ഉറപ്പാണ്. കാരണം നിങ്ങൾ ഏതെല്ലാം ഇതിന് വേട്ടയാടാൻ ശ്രമിച്ചു. ഏതെല്ലാം നിങ്ങളുടെ കയ്യിൽ 182 ലക്ഷം കോടി രൂപ വെട്ടിയ 3 പേരെ നിങ്ങൾ വെളുപ്പിച്ചവരാ. അതെ, പ്രോസിക്യൂഷന് പക്കത്തിൽ ഞാൻ തെളിവ് സഹിതോടെ പറഞ്ഞു. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂ? ഞങ്ങൾ ആരെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ബിക്കോസ് ദിസ് ഈസ് കേരള.
നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ബേളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിൽക്കുക. വീണാ വിജയന്റെ പേരും പറഞ്ഞ് മുഖ്യമന്ത്രിയെ വരട്ടാൻ നോക്കിയാൽ അതൊന്നും ചെലവാകത്തില്ല പ്രിന്റു. കാരണം ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ട് AK മന്ത്രിസഭയെ കുറിച്ച് ഒരു അട്രാക്ഷൻ ഇടാനായിട്ട്? ഐ ചാലഞ്ച് ചെയ്യൂ. നിങ്ങൾ പറയൂ, ഇതിന് അനുമതി കൊടുത്ത AK മന്ത്രിസഭയെ കുറിച്ചും AK കുറിച്ചും ഒരു വാക്ക് പറയാൻ പ്രിന്റിന്റെ വായുതാക്കൊണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് രാഷ്ട്രീയ അത് ഇവിടുത്തെ ജനങ്ങൾക്ക്. ശ്രീകുമാർ, ഇതിപ്പോ വീണാ വിജയനിൽ മാത്രം നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കാം. ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ശ്രദ്ധിക്കണം. രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടവും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭിഭാഷകൻ മുഹമ്മദ് ഷായും വാദിച്ചത് എന്താണ്? ഈ CMRLന്റെ ഈ റെയ്ഡിൽ പിടിച്ച ഫയൽ നോക്കി അതിലെ ഡയറികളിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയൊന്നും ഒരു കേസും മുന്നോട്ട് പോവില്ല. അങ്ങനെ അതൊക്കെ സുപ്രീം കോടതി തന്നെ മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള എൻട്രീസ് ആരെയും കേസിൽ പ്രതി ചേർക്കാനോ കുറ്റക്കാരാക്കാനോ ഒന്നുമുള്ള ഉപാധി അല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 UDF നേതാക്കൾ ഹൈക്കോടതിയിൽ ഒപ്പോസ് ചെയ്തിട്ടാണ് നിലപാടെടുത്തത്. കാരണം ഇല്ലെങ്കിൽ അവരും കേസിൽ പ്രതിയാവും. അപ്പൊ എല്ലാം കൂടി അങ്ങ് വീണാ വിജയന്റെ തലയിൽ വന്നിരിക്കും എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ കേസ് ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, കേസ് ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. അന്വേഷിക്കട്ടെ അഭിലാഷ്, ഇതിലൊക്കെ നമുക്കൊന്നും മുൻവിധി പറയാൻ പറ്റില്ല. ഇവിടെ വീണാ വിജയന്റെ പേരുള്ള കാര്യം എന്താ വെച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു സംവിധാനം കണ്ടെത്തിയ കാര്യമാണ്. മറ്റേത് ഒരാളുടെ ഡയറിയിൽ കുറെ പേര് എഴുതി വെച്ചു, അത് അവർ സമ്മതിച്ചല്ലോ. ബോർഡ് രേഖയുടെ ഭാഗമാണ്, ആ ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. അതെ, അതിലുള്ള ചോദ്യങ്ങളല്ലേ ഉള്ളൂ. ഇത്ര രൂപ ചെയ്യാത്ത സേവനത്തിന് എങ്ങനെ പണം വന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ നേതാക്കള് UDF നേതാക്കള് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി സംഭാവനത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്, കണക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ളൊരു പ്രശ്നം ശ്രീകുമാർ, ഇപ്പൊ വീണാ വിജയന് സേവനം കൊടുക്കാൻ ഒരു കമ്പനി ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒരു കമ്പനിയിൽ സേവനത്തിനാണ് കരാർ ഉണ്ടാക്കിയതെന്നെങ്കിലും പറയാം. ഈ നേതാക്കൾക്ക് ഇപ്പോ RCക്കും EKക്കും PKക്കും ഒന്നും കമ്പനി കൂടിയില്ല. ഇവർക്ക് എന്തെങ്കിലും സേവനം കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവന വാങ്ങിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മറന്നുപോയോ? അതല്ലെങ്കിൽ അവർ ഞങ്ങളുടെ സംഭാവന വാങ്ങിയതിന്റെ റെസീറ്റും കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവര്. അത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ അന്വേഷിച്ചോളൂ, വിരോധമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇതിൽ വേറൊരു ഇഷ്യൂ ഇല്ല എന്നും പറഞ്ഞ പാർട്ടി അവസാനം എന്തിനാണ് ഒരു പക്ഷം പിടിച്ചത്? അങ്ങനെ കേസ് പോയാൽ ആരിതിൽ ഇടപെടുന്നു? ഇവിടെ ഇപ്പൊ എത്രയോ കമ്പനികൾക്ക് തമ്മിൽ തർക്കമുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യവസായ സംരംഭകയാകാൻ പാടില്ല ഒന്നും ഇല്ലല്ലോ. അവർ സംരംഭയാകെ അവരുടെ കമ്പനിയിൽ തർക്കം ഉണ്ടാവും, തർക്കത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം ഉണ്ടായത്. വിഷയം വന്നത് ഇത് ഉന്നയിച്ച ആളുകളെ ആക്ഷേപിക്കുക, നിയമസഭയിൽ ഉത്തരം നൽകാതിരിക്കുക, അതിനുശേഷം ഇത് തടയാൻ വേണ്ടി SFIയുടെ റിപ്പോർട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മഴവിൽ സഖ്യം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, മാത്യു കുഴൽനാടൻ പാഠം പിടിച്ചു എന്ന് പറയുക. ഇങ്ങനെ ഒരാഴ്ച മുമ്പുള്ള ആക്ഷേപങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തിനാ അതിന്റെ പിന്നാലെ പോയി? എന്തിനാ എന്റെ അഭിലാഷ്? ഇതിപ്പോ കേരളത്തില് ഈ BJP ഇപ്പൊ നമ്മുടെ പ്രിന്റ് പറഞ്ഞല്ലോ ജയിലിൽ പോകുന്നത്. എവിടെ ജയിലിൽ പോവാൻ? എത്ര കാപ്പി ആരൊക്കെ കുടിക്കുന്ന ആർക്കറിയാം? ഇതൊന്നും ജയിലിലൊന്നും പോവില്ല. ഈ റെജി ലൂക്കോസും പ്രിന്റും ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു 2 കൂട്ടരുടെയും. ഇവിടെ CPM ഭരിക്കുന്നതാണ് BJPക്ക് ഇഷ്ടം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? BJPയുടെ വക്താവിനെ കണ്ട LDF കൺവീനർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സെക്രട്ടേറിയറ്റ് ഇടം കൊടുത്തത് നിസ്സാര കാര്യമാണോ? പഴയ കാലത്ത് തന്നെ പാർട്ടിക്ക് പുറത്തല്ലേ? നമ്മുടെ G സുധാകരൻ ഇപ്പോഴും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറി. അതാണ് കാലം. BJPക്കെതിരെ യാതൊരു നടപടിയും കേരളത്തിലെ CPM എടുക്കുന്നില്ലെന്ന് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഇതിലിപ്പോ വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ഏത് ഏജൻസികൾ അന്വേഷിക്കാൻ വന്നാലും ശരി, ഇത് രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ CPMഉം BJPയും ഒന്നാകും. അതുകൊണ്ട് ഇത് കോൺഗ്രസ് വിരുദ്ധ ഒരു സഖ്യത്തിന്റെ നിലപാടെന്ന നിലയ്ക്ക് ഈ കേസ് നീണ്ടു പോകും, ലാവ്ലി കേസ് പോലെ. ശരി, പറയൂ പറയൂ, നമുക്ക് അവസാനിപ്പിക്കും. സാറേ ശ്രീകുമാർ സാറേ, ഇത് നിയമ നടപടിയിലേക്ക് പോകുന്നുള്ള ഗ്യാരണ്ടി ആയി കഴിഞ്ഞു. നിയമ നടപടിയിലേക്ക് പോയാൽ നിങ്ങളുടെ മുഖമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ AK മന്ത്രിസഭ കൊടുത്ത അന്തിമ അനുമതി ഉൾപ്പെടെ നിങ്ങളുടെ നേതാക്കന്മാരും ഘടകകക്ഷി നേതാക്കന്മാരും പഠിച്ച പണം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഇവിടെ പറയാം. ഈ 20 കോടി രൂപ വാങ്ങിച്ച ആരാന്നറിയാലോ? 20 കോടി രൂപ കൊടുത്ത ആരാണെന്നുള്ളത് ഞാൻ ആ പേര് പറയുന്നില്ല. അപ്പൊ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആർക്കൊക്കെയാണ് പൈസ കൊടുത്തെന്നും ഇവരെല്ലാം മേടിച്ചത് കൈക്കൂലിയായിട്ടാണ് വാങ്ങിച്ചത്. കാരണം ത്രൂ ബാങ്ക് അല്ല, ഇതെല്ലാം അക്കൗണ്ടിലാണ് മേടിച്ച അവകാശ. വീണാ വിജയൻ മേടിച്ച സേവനത്തിന് വാങ്ങിച്ച പൈസ ത്രൂ ബാങ്കാ.
സാധാ സാർ ആദ്യം മനസ്സിലാവണം, അത് സെറ്റിൽമെന്റ് നടത്തിയതാണ്. ഇന്ത്യൻ ബാങ്ക്സിൽ സെറ്റിൽമെന്റ് നടത്തിയ ആരോപണം. അപ്പൊ രാഷ്ട്രീയ ആരോപണമാണ്. പാർട്ടിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നതിന് BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് വെളിവാവട്ടെ. ആരും ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാ ഏജൻസികളും അന്വേഷിക്കട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.